മലപ്പുറം ജില്ലയിൽ തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോ സ്ട്രോങ് റൂം തുറന്ന് അവിടുന്ന് സാധനങ്ങൾ മാറ്റണമെന്ന് പറഞ്ഞ് ഒരു ഓർഡർ കലക്ടർ ഇറക്കുകയുണ്ടായി. കുറച്ചു കഴിഞ്ഞപ്പോൾ കലക്ടർ ആളുകളൊക്കെ പ്രതികരിച്ചപ്പോ പല വിളികളും വന്നപ്പോ അത് വേണ്ട എന്ന് പറഞ്ഞ് ഓർഡർ ഇടുകയുണ്ടായി. സത്യത്തിൽ ഇവിടെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ കലക്ടർ ഈ ഓർഡർ ഇടാൻ ആരാണ് നിർദ്ദേശം കൊടുത്തത്? സംസ്ഥാന ഗവൺമെന്റിന്റെ നിർദ്ദേശമുണ്ടോ? ഞങ്ങൾ ബലമായി സംശയിക്കുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് കലക്ടർ നടത്തിയത്. ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ അട്ടിമറിക്കാനുള്ള വലിയ ശ്രമമാണ് കലക്ടർ നടത്തിയത്. ഈ കലക്ടറുടെ പേരിൽ നടപടി വേണം. എവിടെയെങ്കിലും ഇത് തുറന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണം. ഇവരെ ആരെ വിശ്വസിച്ചിട്ടാണ് നമ്മൾ ഈ സ്ട്രോങ് റൂമിൽ ഈ സാധനം വെച്ച് വോട്ട് വെച്ച് വീട്ടിൽ പോയി കിടന്നുറങ്ങുന്നത്? വാസ്തവത്തിൽ കലക്ടർ ഇതിന്റെ കസ്റ്റോഡിയനാണ്, അത് നമ്മൾ സമ്മതിച്ചു. പക്ഷെ ഒരു കസ്റ്റോഡിയന് ഇത് തുറക്കാനുള്ള അവകാശമുണ്ട്. അല്ലാണ്ട് ഈ കലക്ടർക്ക് എന്നും രാവിലെ വൈകുന്നേരം തുറന്നൂടെ? അടുത്ത മാസം 4-ാം തീയതി വോട്ടെണ്ണുന്ന ദിനത്തിലാണ് ഇത് തുറക്കാൻ പാടുള്ളൂ. അത് തുറക്കുമ്പോൾ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ വേണം. ഒരുപാട് ചട്ടങ്ങളുണ്ട് ഇതിന്. ഇത് യാതൊരു ചട്ടവും പാലിക്കാതെ മലപ്പുറം ജില്ല എന്ന് കരുതിയിട്ട് എന്ത് തോന്നിയാസം കാണിക്കണം. അതുകൊണ്ട് ഇതിനുള്ള എന്ത് മറുപടിയാണ് സംസ്ഥാന ഗവൺമെന്റ് തരാറുള്ളത്? ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തു. എന്തൊരർത്ഥമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ജനങ്ങളൊക്കെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് വോട്ട് ചെയ്ത് ആ വോട്ട് സൂക്ഷിക്കാൻ കസ്റ്റോഡിയനായ കലക്ടർക്ക് കഴിയുന്നില്ലെങ്കിൽ അത് രാജിവെക്കണം. അതിന് നിർദ്ദേശം കൊടുത്ത ഗവൺമെന്റ് മറുപടി പറയണം. ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമോ? ഈ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ആ ഉത്തരം പറയൂ. ഞങ്ങൾക്ക് ഉറപ്പുണ്ട് മലപ്പുറം ജില്ലയിൽ 16 സീറ്റ് ഞങ്ങൾ നേടും. അത് കണ്ട് ഭയന്നാണ് ഈ കള്ളക്കളികളൊക്കെ നടത്തുന്നത്. അതുകൊണ്ട് ഇതിനൊരു പരിഹാരം കണ്ടെത്തണം. പരാജയ ഭീതി കൊണ്ടുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് കൊടുത്ത നിർദ്ദേശമാണെന്ന് ഞങ്ങൾ സംശയിക്കുന്നു. ഐക്യ ജനാധിപത്യ മുന്നണി ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോകും. അല്ലെങ്കിൽ കലക്ടർ പറയണം ആരാണ് നിർദ്ദേശം കൊടുത്തത്, സ്ട്രോങ് റൂം തുറക്കാൻ ആരാണ് നിർദ്ദേശം കൊടുത്തത്? അത് പറയട്ടെ. തോന്നിയാസം കാണിക്കുകയാണോ നടത്തുന്നത്? ഒരു ജനാധിപത്യ പ്രക്രിയ ഇങ്ങനെ അട്ടിമറിക്കാൻ പാടുണ്ടോ? എന്താ മലപ്പുറം ജില്ല എന്ന് വിചാരിച്ചിട്ട് എന്ത് തോന്നിയാസം ചെയ്യാണോ? അതുകൊണ്ട് ശക്തമായ നടപടി ഉണ്ടാകണം. ഒന്നുകിൽ കലക്ടറുടെ നടപടി വേണം. അതോടൊപ്പം ആരാണ് കലക്ടർക്ക് നിർദ്ദേശം കൊടുത്തതെന്ന് അറിയണം. ഞങ്ങൾ ബലമായി സംശയിക്കുന്നു സർക്കാരാണ് ഇത് കൊടുത്തിട്ടുള്ളത് എന്ന് ഞങ്ങൾ ബലമായി സംശയിക്കുക. പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.